എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോയാണ്. ഒന്നാമത്തെ ചോദ്യം, കേരള മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച ആദിവാസി സ്ത്രീ ശാക്തീകരണ പദ്ധതി. കനവാണ്. കേരള മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച ആദിവാസി സ്ത്രീ ശാക്തീകരണ പദ്ധതി. കൊള്ളപ്പലിശക്കാരെ പൂട്ടാൻ സംസ്ഥാന തലത്തിൽ പോലീസ് നടത്തിയ പരിശോധനയുടെ പേര് ഓപ്പറേഷൻ ഷൈലോക്ക് ആണ്. കൊള്ളപ്പലിശക്കാരെ പൂട്ടാൻ സംസ്ഥാന തലത്തിൽ പോലീസ് നടത്തിയ പരിശോധന. ഭരണത്തെയും ജനങ്ങളെയും കണക്ട് ചെയ്യുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി സിറ്റിസൺ കണക്ട് സെൻറ്റർ ആണ്. ഭരണത്തെയും ജനങ്ങളെയും കണക്ട് ചെയ്യാനുള്ള കേരള സർക്കാർ പദ്ധതി. കേരളത്തിൽ നിന്ന് ആദ്യമായി റെഡ് എലിഫന്റ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മുഹമ്മദ് ഫർഹാനാണ് കേരളത്തിൽ നിന്ന് ആദ്യമായി റെഡ് എലിഫന്റ് പുരസ്കാരം ലഭിച്ചത്. കേരള സംസ്ഥാനത്തെ ശൈശവ വിവാഹം നടത്തുന്നത് തടയുന്നതിനുള്ള പദ്ധതി ഏതാണ്? പൊൻവാക്കാണ് കേരള സംസ്ഥാനത്തെ ശൈശവ വിവാഹം നടത്തുന്നത് തടയുന്നതിനുള്ള പദ്ധതി. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പിൻ്റെ പദ്ധതി ഏതാണ്? നേർവഴിയാണ് സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പിൻ്റെ പദ്ധതി. ദേശീയ ജുഡീഷ്യൽ മ്യൂസിയം നിലവിൽ വന്നത് ന്യൂഡൽഹിയിലാണ് ദേശീയ ജുഡീഷ്യൽ മ്യൂസിയം നിലവിൽ വന്നത്. നഗരത്തിലെ വഴിവിളക്കുകൾ തെളിയിക്കുന്നതിനായി കേരള സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? നിലാവാണ് നഗരത്തിലെ വഴിവിളക്കുകൾ തെളിയിക്കുന്നതിനായി കേരള സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ ദേശീയ വനിതാ ജൂഡോ റഫറി ആരാണ്? ജയശ്രീയാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ജൂഡോ റഫറി. ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രജനന കേന്ദ്രം എവിടെയാണ്? മധ്യപ്രദേശിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രജനന കേന്ദ്രം. ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത്. സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുപ്പിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ്? സുജലം പദ്ധതിയാണ് സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുപ്പിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി. സ്വദേശ് സമ്മാൻ ദേശീയ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം ഏതാണ്? KSFE ആണ് സ്വദേശ് സമ്മാൻ ദേശീയ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം. കേരളത്തിലെ ഏത് സർവകലാശാലയിലെ ഊർജ്ജ ശേഖരണ സാങ്കേതിക വിദ്യയ്ക്കാണ് ഇന്ത്യൻ പേറ്റന്റ് ലഭിച്ചത്? കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയ്ക്കാണ് ഊർജ്ജ ശേഖരണ സാങ്കേതിക വിദ്യയ്ക്ക് ഇന്ത്യൻ പേറ്റന്റ് ലഭിച്ചത്. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ആരംഭിച്ച ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗോത്ര സർവകലാശാല ആദി സംസ്കൃതിയാണ്. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ആരംഭിച്ച ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗോത്ര സർവകലാശാല. തിരുവനന്തപുരത്തെ വിമാനത്താവളം വികസിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി പ്രോജക്റ്റ് അനന്തയാണ് തിരുവനന്തപുരത്തെ വിമാനത്താവളം വികസിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി. 2027 5ാമത് കോസ്റ്റ് ഗാർഡ് ഗ്ലോബൽ സമ്മിറ്റിന് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? ചെന്നൈയാണ് 2027 5ാമത് കോസ്റ്റ് ഗാർഡ് ഗ്ലോബൽ സമ്മിറ്റിന് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ നഗരം. ബംഗളൂരുവിലെ ഏത് പ്രദേശമാണ് അടുത്തിടെ ജൈവവൈവിധ്യ പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചത്? കന്റോൺമെൻറ്റ് റെയിൽവേ കോളനിയാണ് ബംഗളൂരുവിലെ അടുത്തിടെ ജൈവവൈവിധ്യ പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചത്. യുനെസ്കോ ലോക പൈതൃക സാധ്യതാ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ പ്രദേശം ഏതാണ്? വർക്കല കുന്നുകളാണ് യുനെസ്കോ ലോക പൈതൃക സാധ്യതാ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ പ്രദേശം.
ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം ഏതാണ്? കോഴിക്കോട്. കോഴിക്കോടാണ് ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം. 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം നേടിയ ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണ്? ഭഗവത്ഗീത, നാട്യശാസ്ത്രം. ഭഗവത്ഗീതയും നാട്യശാസ്ത്രവുമാണ് 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ. ഇന്ത്യയിലെ ആദ്യ മുള അധിഷ്ഠിത ബയോ എഥനോൾ പ്ലാന്റ് സ്ഥാപിച്ചത് എവിടെയാണ്? ഗോലാഘട്ട്. അസമിലെ ഗോലാഘട്ടിലാണ് ഇന്ത്യയിലെ ആദ്യ മുള അധിഷ്ഠിത ബയോ എഥനോൾ പ്ലാന്റ് സ്ഥാപിച്ചത്. രാജ്യത്ത് ആദ്യമായി മാർഗരേഖ തയ്യാറാക്കി അമീബിക് മസ്തിഷ്ക ജ്വരം ചികിത്സിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. കേരളമാണ് രാജ്യത്ത് ആദ്യമായി മാർഗരേഖ തയ്യാറാക്കി അമീബിക് മസ്തിഷ്ക ജ്വരം ചികിത്സിക്കുന്ന സംസ്ഥാനം. ഒറ്റക്കായ വയോധികർക്ക് സാന്ത്വനമേകാൻ സാമൂഹിക നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? സല്ലാപം. സല്ലാപമാണ് ഒറ്റക്കായ വയോധികർക്ക് സാന്ത്വനമേകാൻ സാമൂഹിക നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി. കേരള സർക്കാർ 2025 ഫെബ്രുവരിയിൽ തുടക്കമിട്ട ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് എന്താണ്? ക്യാൻസർ ബോധവൽക്കരണം. ക്യാൻസർ ബോധവൽക്കരണമാണ് കേരള സർക്കാർ 2025 ഫെബ്രുവരിയിൽ തുടക്കമിട്ട ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത്. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യവകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏതാണ്? മിഠായി. മിഠായിയാണ് പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യവകുപ്പ് രൂപീകരിച്ച പദ്ധതി. കേരളത്തിലെ അമ്മമാരിൽ കാണപ്പെടുന്ന പ്രസവാനന്തര വിഷാദം പരിഹരിക്കാൻ ലക്ഷ്യമിട്ട സംരംഭം ഏതാണ്? അമ്മ മനസ്സ്. അമ്മ മനസ്സാണ് കേരളത്തിലെ അമ്മമാരിൽ കാണപ്പെടുന്ന പ്രസവാനന്തര വിഷാദം പരിഹരിക്കാൻ ലക്ഷ്യമിട്ട സംരംഭം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതാണ്? പുല്ലമ്പാറ. തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറയാണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത്. 2024 ഫെബ്രുവരിയിൽ രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നിയോജക മണ്ഡലമായി പ്രഖ്യാപിക്കപ്പെട്ടത് തളിപ്പറമ്പ്. തളിപ്പറമ്പാണ് 2024 ഫെബ്രുവരിയിൽ രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നിയോജക മണ്ഡലമായി പ്രഖ്യാപിക്കപ്പെട്ടത്. സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് ശാസ്താംപാറ. ശാസ്താംപാറയിലാണ് സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത്. കേരളത്തിലെ ആദ്യ സിനിമ ടൂറിസം പദ്ധതി കിരീടം പാലം. കിരീടം പാലമാണ് കേരളത്തിലെ ആദ്യ സിനിമ ടൂറിസം പദ്ധതി. പാമ്പ് വിഷബാധ രോഗമായി പ്രഖ്യാപിച്ച് വിജ്ഞാപനം ചെയ്ത സംസ്ഥാനം ഏതാണ്? കേരളം. കേരളമാണ് പാമ്പ് വിഷബാധ രോഗമായി പ്രഖ്യാപിച്ച് വിജ്ഞാപനം ചെയ്ത സംസ്ഥാനം. ഗവൺമെൻറ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദ്ദപരമായ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ്? ആർദ്രം. ആർദ്രം പദ്ധതിയാണ് ഗവൺമെൻറ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദ്ദപരമായ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതി. 18 വയസ്സിൽ താഴെയുള്ളവർക്കായുള്ള കേരള സർക്കാരിൻ്റെ സൗജന്യ ഹൃദ്രോഗ ചികിത്സാ പദ്ധതി ഏത്? ഹൃദ്യം. ഹൃദ്യമാണ് 18 വയസ്സിൽ താഴെയുള്ളവർക്കുള്ള കേരള സർക്കാരിൻ്റെ സൗജന്യ ഹൃദ്രോഗ ചികിത്സാ പദ്ധതി. ന്യായബന്ധു ഏത് സർക്കാർ വകുപ്പിൻ്റെ സംരംഭമാണ്? നീതിന്യായ വകുപ്പ്. നീതിന്യായ വകുപ്പിൻ്റെ സംരംഭമാണ് ന്യായബന്ധു. ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ ഏതാണ്? പഞ്ചവടി എക്സ്പ്രസ്. പഞ്ചവടി എക്സ്പ്രസ് ആണ് ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ. മധ്യപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ 58ാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം ഏതാണ്? മാധവ് നാഷണൽ പാർക്ക്. മാധവ് നാഷണൽ പാർക്കാണ് മധ്യപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ 58ാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം. 2026 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സുരക്ഷാ ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. ഇന്ത്യയിലാണ് 2026 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സുരക്ഷാ ഉച്ചകോടി നടക്കുന്നത്. സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം അസം. അസമാണ് സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. നാറ്റോ സൈനിക സഖ്യത്തിൽ അവസാനമായി അംഗത്വമെടുത്ത രാജ്യം ഏതാണ്? സ്വീഡൻ. സ്വീഡനാണ് നാറ്റോ സൈനിക സഖ്യത്തിൽ അവസാനമായി അംഗത്വമെടുത്ത രാജ്യം.
നിപ്പ വൈറസിനെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയുന്ന സസ്യതന്മാത്രകൾ കണ്ടെത്തിയ ഗവേഷണ സ്ഥാപനം ഏത്? IIT പാലക്കാട്. IIT പാലക്കാടാണ് നിപ്പ വൈറസിനെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയുന്ന സസ്യതന്മാത്രകൾ കണ്ടെത്തിയ ഗവേഷണ സ്ഥാപനം. MS സ്വാമിനാഥൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് 7 സുസ്ഥിര കർഷക ദിനമായി ആചരിക്കുന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയാണ് MS സ്വാമിനാഥൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് 7 സുസ്ഥിര കർഷക ദിനമായി ആചരിക്കുന്ന സംസ്ഥാനം. പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യ ഫിഫ ടാലൻറ്റ് അക്കാദമി നിലവിൽ വന്നത് എവിടെയാണ്? ഹൈദരാബാദ്. ഹൈദരാബാദിലാണ് പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യ ഫിഫ ടാലൻറ്റ് അക്കാദമി നിലവിൽ വന്നത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അവയവദാനം രേഖപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? തെലങ്കാന. തെലങ്കാനയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അവയവദാനം രേഖപ്പെടുത്തിയ സംസ്ഥാനം. കേരളത്തിലെ ആദ്യ AI ഇന്നൊവേഷൻ സെൻറ്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? കോഴിക്കോട്. കോഴിക്കോടാണ് കേരളത്തിലെ ആദ്യ AI ഇന്നൊവേഷൻ സെൻറ്റർ നിലവിൽ വരുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലം ഏതാണ്? ചിനാബ് റെയിൽവേ പാലം. ചിനാബ് റെയിൽവേ പാലമാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലം. 2025 മെയ് 24 കൊച്ചി തീരത്ത് മുങ്ങിയ കപ്പൽ ഏതാണ്? MSC എൽസ 3. MSC എൽസ 3യാണ് 2025 മെയ് 24 കൊച്ചി തീരത്ത് മുങ്ങിയ കപ്പൽ. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമകോടതിയുള്ള മണ്ഡലം ഏതാണ്? വാമനപുരം. തിരുവനന്തപുരത്തെ വാമനപുരമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമകോടതിയുള്ള മണ്ഡലം. 2027 നടക്കാൻ പോകുന്ന ദേശീയ ഗെയിംസിൻ്റെ വേദി? മേഘാലയ. മേഘാലയാണ് 2027 നടക്കാൻ പോകുന്ന ദേശീയ ഗെയിംസിൻ്റെ വേദി. 2030 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി? ഇന്ത്യ. ഇന്ത്യയാണ് 2030 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി.